CPM ആ കൊലപാതകത്തെ ശക്തമായി അപലപിച്ചിട്ടുള്ള പാർട്ടിയാണ്. അതുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് UDF ആ കൊലപാതകത്തിൽ പാർട്ടി സഖാക്കളെ, പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടുത്തി പാർട്ടിയെ അതിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു. നിരപരാധികളായിട്ടുള്ള പാർട്ടി നേതാക്കളെയും CPM പ്രവർത്തകരെയും അനാവശ്യമായൊരു കേസിൽ പെടുത്തിയാൽ ആ കേസിൽ CPM ഇടപെടേണ്ടി വന്നു. അങ്ങനെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാനുള്ള നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധി നല്ലവണ്ണം പഠിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആ കേസിൽപ്പെട്ടിട്ടുള്ള നിരപരാധികൾക്ക്, ആ കേസിൽ നിരപരാധിത്വം സ്വന്തം മനസ്സിലും സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. ആ നിരപരാധികൾക്ക് അവർക്ക് നീതി തേടി ഉപരിക്കോടതിയിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്. ഇത് അന്തിമമായിട്ടുള്ളൊരു വിധിയല്ല, ഇതിനപ്പുറം കോടതിയുണ്ട്. ആ കോടതിയിലേക്ക് നിരപരാധികൾക്ക് പോകാം, അവർക്ക് കോടതിയെ സമീപിക്കാം, നീതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാം, അവരുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാനുള്ള നടപടി സ്വീകരിക്കാം. അല്ല, ഒരു കോടതി ശിക്ഷിച്ചത് കൊണ്ട് ബന്ധമുണ്ടാകുന്നുണ്ടോ? ഞാനതിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലൊരു കൊലക്കേസ്, CPMൻ്റെ 4-5 സഖാക്കളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരെ ജയിലിലടച്ചു. അങ്ങനെ ജയിലിലടച്ചപ്പോഴാണ്, അടച്ച് 2-3 വർഷം കഴിഞ്ഞു. അവരെ ജീവപര്യന്തം തടവിൽ ജയിലിലായിരുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. വേറൊരു കേസുമായിട്ട് തീരദേശ ഇവരുടെ പോലീസ് കോഡ് പരിശോധിക്കുമ്പോൾ ഒരു കേസിൽ, ഒരു കൊലക്കേസിൽ ഒരു പ്രതിയെ പിടികിട്ടി. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകം നടത്തിയത് ആ പിടിച്ച പ്രതിയുടെ ടീമാണ് എന്ന് തെളിവുകളൊക്കെ വന്നത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ പോലീസ് കോടതിയുടെ മുമ്പാകെ പോയി, ഇവർ നിരപരാധികളാണ്, ഇവരെ ശിക്ഷിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പാകെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിരുന്ന ആ പ്രതികളെ കോടതി റിലീസ് ചെയ്തു. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ടൊരു കോടതി ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് കുറ്റവാളിയാകണമെന്നില്ല. അതുപോലെ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ ഇനിയും കോടതിയുണ്ട്. കുറ്റം ചെയ്തവരെ, ഒരാളെയും കുറ്റവാളിയെ രക്ഷിക്കാനൊന്നും CPM പുറപ്പെട്ടിട്ടില്ല. പക്ഷെ അനാവശ്യമായി പാർട്ടിയെ, നേതാക്കളെയും, മോഹന മാഷയെ കേസിൽപ്പെടുത്തിയില്ലേ? എന്തായിരുന്നു ലക്ഷ്യം? പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖാക്കൾ ആ കേസിൽപ്പെടുത്തിയില്ലേ? ഇപ്പോൾ അവർക്ക് CPMൻ്റെ ആളുകളെ മുഴുവനും തൂക്കിക്കൊല്ലാത്തത് കൊണ്ട് പലർക്കും ദുഃഖമുണ്ടാകും. 24 ആളെ വിട്ടയച്ച ആളെയും CPMകാരായിട്ടുള്ളവരെ, മറ്റുള്ളവരെ കുറ്റക്കാരെ ശിക്ഷിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. CPMകാരെ വിട്ടയച്ചതുകൊണ്ടും അവരെ തൂക്കിക്കൊല്ലാത്തത് കൊണ്ടും വിഷമുള്ള കുറച്ച് ആളുണ്ടാവും. അവർ അങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും നിരപരാധിത്വം തെളിയിക്കാൻ നിരപരാധികൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇനിയും കോടതിയുണ്ട്, അതിൻ്റെ മുമ്പാകെ അവർ പോകും. CPMനെ അനാവശ്യമായ ആ കേസിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. അല്ലെങ്കിൽ CPM അതിൽ ഒരു കക്ഷിയാകുന്ന പ്രശ്നമേ ഇല്ല. നിരപരാധികളായ പാർട്ടി നേതാക്കളെ ഉൾപ്പെടുത്തി അത് രാഷ്ട്രീയമായി പാർട്ടിക്കെതിരായി തിരിച്ചുവിടാനുള്ള നീക്കമാണ് അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി UDF ഗവൺമെൻറ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ആ കേസിൽപ്പെട്ടു. ഞങ്ങളുടെ സഖാക്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. മരണപ്പെട്ടു പോയ കുഞ്ഞനന്ദൻ എനിക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരാളാണ്. ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്! എനിക്ക് കുഞ്ഞനന്ദനെ അറിയാം. കുഞ്ഞനന്ദൻ ഒരു മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ആളല്ല. എത്രയോ ആളുകളെ സംരക്ഷിക്കുന്ന, സഹായിച്ചിട്ടുള്ള ഒരു വിശാല മനസ്കനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ആ പ്രദേശത്തെ മുഴുവൻ പാർട്ടിക്കാരും ജനങ്ങളും അവിടെയായിരുന്നില്ലേ? അസാമാന്യമായ ജനക്കൂട്ടമായിരുന്നില്ലേ? CPMകാർ മാത്രമായിരുന്നോ? കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും അല്ലാത്തവർ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മഹാ മനുഷ്യരുടെ പ്രവാഹമായിരുന്നല്ലോ അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ. അങ്ങനെയുള്ള വിശാല മനസ്കരും മനുഷ്യസ്നേഹിയും പരോപകാരിയുമായിരുന്നു അദ്ദേഹം. ജയിലിൽ വെച്ച് ഈ കേസിനിടയിൽ മരണപ്പെട്ടു. അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. മരണപ്പെട്ട ആളെ ശിക്ഷിക്കട്ടെ. ഇതെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. CPMൻ്റെ നയങ്ങളെക്കുറിച്ചും CPMൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചും അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ വടകരയിലും പരിസരത്തുമുള്ള എല്ലാവർക്കും അറിയാം.
അതാരെത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. അതിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ല. സി പി എം ഇത്തരം ഒരു കാര്യവും ചെയ്യാൻ മുന്നോട്ട് വരില്ല എന്ന് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം, ഞങ്ങളെ ആക്ഷേപിക്കുന്നവർക്കും അറിയാം. പക്ഷെ ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ഒരു വഴി യു ഡി എഫിലൂടെ കണ്ടെത്തി, അത് പ്രയോഗിച്ചു.